ഹലോ ഗായ്സ്, എല്ലാവർക്കും പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണോ, എങ്ങനെയുണ്ട് എക്സാംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾക്ക് ഇന്ന് ഫൈനൽ എക്സാം ആയിരുന്നു. കെമിസ്ട്രി ആയിരുന്നു എക്സാം. അത്യാവശ്യം കുഴപ്പമില്ല, സിമ്പിൾ എക്സാം തന്നെയായിരുന്നു. അപ്പം ഞാൻ കെമിസ്ട്രീൻ്റെ ഒരു സിമ്പിൾ റിവ്യൂ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. സോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് KOH സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് HNO3 ആയിരുന്നു കിട്ടിയത്. അതായത് എസ്റ്റിമേഷൻ ഓഫ് ബേസ് അസിഡിമെട്രി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്കിലും എനിക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് മിസ്. സോൾട്ട് അനാലിസിസ്. ഞാൻ എടുത്തൊരു സോൾട്ട് ഒരു ഷുഗർ ലൈക്ക് അങ്ങനത്തെ ഒരു സോൾട്ട് ആണ്. എനിക്ക് കിട്ടിയത് സിങ്ക് അസറ്റേറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ആഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഗ്രീൻ കളർ ആഷ് കിട്ടിയപ്പോൾ സിങ്ക് ആണെന്ന് മനസ്സിലായി. പിന്നെ നേരെ അസറ്റേറ്റും കിട്ടിയപ്പോൾ ഞാൻ മിസ്സിനെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ മിസ് കറക്റ്റ് ആണ്, സ്കീം എഴുതിക്കോളാൻ പറഞ്ഞു. സ്കീം മെയിനായിട്ട് നല്ല വൃത്തിയിൽ ബൈഹാർട്ട് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും എഴുതാനും ഒക്കെ പറ്റും. വൈവയ്ക്കും സ്കീം തന്നെയാണ് ചോദിക്കുന്നത്. കൺഫർമേറ്ററി നമുക്ക് കിട്ടിയതിന്റെ നേരെ നമ്മൾ എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ സ്കീം തന്നെയാണ് വൈവ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുന്നത്. ഞങ്ങളോട് അങ്ങനെ ചോദിച്ചത്. പിന്നെ ഞാൻ എസ്റ്റിമേഷനും ചെയ്തു, ഡൈട്രേഷനും ഒക്കെ കറക്റ്റ് ആയിരുന്നു, നല്ല കോൺഫിഡൻറ്റ് വാല്യൂ കിട്ടി, അതും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആ കാൽക്കുലേഷനും ഒബ്സർവേഷനും ഒക്കെ നേരെ എഴുതി കൊടുക്കാം. അതും സിമ്പിൾ ആയിരുന്നു ഗൈസ്. മൊത്തത്തിൽ പ്രിൻസിപ്പളും പ്രൊസീജിയറും സ്കീമും തന്നെ വൃത്തിക്ക് പഠിച്ചാൽ എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു. സോ അതോടെ കെമിസ്ട്രി എന്നല്ല നമ്മളെ പബ്ലിക് എക്സാം പ്രാക്ടിക്കൽ ഇവിടെ കഴിഞ്ഞു. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. ബൈ.